വെൽക്കം ടു ഐവാസ് Apron. ഇന്ന് നമ്മുടെ 5 മിനിറ്റ് റെസിപ്പിയുടെ തേർഡ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസാണ്. നമ്മൾ ചാമ്പക്ക വെച്ചിട്ടൊരു ഷേക്കും ഒരു ജ്യൂസുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ചാമ്പക്ക ഷേക്കിന് വേണ്ടതായിട്ടുള്ള ചാമ്പക്കയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു 5 ചാമ്പക്കയുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ്സിന് മാത്രമേ അടിക്കുന്നുള്ളൂ. അത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അതെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട പാലാണ്. ഇതൊരു 50 ml പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക നോക്കാം. അപ്പോൾ നമുക്കൊരു മിക്സിയിലേക്ക് നമുക്കൊരു കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചാമ്പയ്ക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്കിതിലോട്ട് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചാമ്പക്ക ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ചാമ്പക്ക ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ ചാമ്പക്ക സ്പൈസി ലെമൺ ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചാമ്പക്കയാണ്. നമ്മളിപ്പോൾ 2 ഗ്ലാസ് ചാമ്പക്ക ജ്യൂസാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ 8 ചാമ്പക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് വെച്ചതാണ്. നമുക്കിതിലോട്ട് വേണ്ടത് ഒരു പച്ചമുളകാണ്. അപ്പോൾ നമ്മളിവിടെ പച്ചമുളക് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് വേണ്ടത് ലെമൺ ജ്യൂസാണ്. നമ്മളിവിടെ ഒരു ചെറിയ ലെമനാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നിങ്ങളൊരു ഹാഫ് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് വേണ്ടത് ഷുഗറാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യം കുറച്ച് ഉപ്പാണ്. നമുക്കിതിനെങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക നോക്കാം. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിലുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഞാൻ പിന്നെയും പറയാണ്. നമുക്ക് ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച് ചാമ്പക്കയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 ഗ്ലാസ്സാണ് അടിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യമാച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചാമ്പക്ക സ്പൈസി ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചാമ്പക്ക ഷേക്കും ചാമ്പക്ക ജ്യൂസും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ചാമ്പക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും, ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വീട്ടിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്